ഗൈസ്, അങ്ങനെ എല്ലാവർക്കും സൈഡിന്റെ 9ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ ആ വെള്ളത്തിൽ നിന്ന് പട്ടിയുടെ കടി മേടിച്ചോണ്ടിരിക്കുകയാണ്. ഒരു പ്രാവശ്യം ചത്ത് എങ്ങനെ രക്ഷപ്പെടാമെന്ന് നോക്കാം. അവിടെ വെള്ളത്തിന്റെ പുറത്തിറങ്ങി അപ്പ വരും അവനാണെങ്കിൽ വെള്ളത്തിൽ ചാടാനും അറിയാം. അപ്പൊ എങ്ങനെയെങ്കിലും പട്ടീനെ ഇത്ര സൈഡിൽ കൊണ്ടുവന്നിട്ട് നൈസായിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടണം. ഓടി രക്ഷപ്പെടാല്ലാണ്ട് ഒരു വഴിയില്ല. പട്ടി നമ്മളെ പുറകെ തന്നെ ഉണ്ട്. നമ്മൾ നന്നായിട്ട് തിരിച്ചു വരാനൊക്കെ അവൻ അറിയാട്ടോ. നമ്മള് കുറച്ച് മുമ്പിൽ എത്തിയിട്ടുണ്ട്. ആ ഒരു സ്പീഡിൽ അവന് നല്ല സ്പീഡിൽ തന്നെയാണ് നീന്തുന്നത്. ഇതിൽ ചാടി ഇറങ്ങി ഓടണം, അല്ലെങ്കിൽ പണിയാ. നമ്മൾ ഓടുന്നുണ്ട്, നമ്മുടെ പുറകെ തന്നെ ഉണ്ടാവും. യെസ്, ചാടി. അത്ര ചാടാനുള്ള ധൈര്യം ഒന്നും എന്തായാലും പഠിക്കും. ഇതേ വരുന്ന അടുത്തത്. ഓ, ഭാഗ്യം രക്ഷപ്പെട്ടു. 3 എണ്ണം. ഓ, ഭാഗ്യത്തിന് അവന്മാർക്ക് മതിൽ ചാടാൻ അറിയില്ല കേട്ടോ. നല്ല കുടുങ്ങിയാണ്. ഇവിടെ നിന്ന് വലിച്ചു പൊട്ടിക്കണം. പക്ഷെ അവന്മാര് വരുന്നുണ്ട്. ഓടിക്കോ, ചാടിക്കോ, പിടിച്ച് പിടിച്ച് പിടിച്ച്. ദൈവമേ, അവന്മാര് ഓരോ കടി ഒന്ന് മനുഷ്യനെ അങ്ങോട്ട് ഇറക്കാണ് നമ്മൾ. അവിടെ നിന്ന് എന്തായാലും നമ്മള് ഡ്രൈവർമാർക്ക് അത് ചാടാൻ അറിയില്ല. സാധനം ഓരോന്നോരോന്ന് പറിച്ചു കളഞ്ഞിട്ട് വേണം അതിന്റെ അടിയിൽ കൂടെ പോകാൻ വേണ്ടിട്ട്. മതി മതി മതി, ഓടിക്കോ ഓടിക്കോ. ഓക്കെ, അവന്മാരുടെ വരവ് കണ്ടാ വിചാരിക്കുന്നു ചാടി കിടന്നിട്ടുണ്ടെന്ന്. നമ്മൾ ഇപ്പുറം ചാടിയാ അവന്മാർ അപ്പ വരും ഇപ്പുറത്തേക്ക്. ഓക്കെ, അവന്മാരിവിടെ എത്തട്ടെ. എത്തിയിട്ടില്ലെങ്കിൽ അവന്മാര് വരുന്ന സമയമില്ല സമയമില്ല. തിരിക്ക് 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 തിരിക്ക്. ഇല്ല, അതാവും പിടിക്കും ഉറപ്പാണ്. 5 ആട്ടവും എടുത്താണ് ഇവന്മാർ ഇങ്ങനെയാണ് ട്രെയിൻ. ഒന്നിനും വാലില്ല തോന്നിട്ടോ. പട്ടിക്കൊന്നിനും വാലില്ല. അതാണ് ഇവന്മാര് ഓട്ടം അത്ര അഗ്രസീവ് ആയിട്ടുള്ളത്. ഇവന്മാരെയും തോപ്പിക്കാം. എന്തായാലും ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, കാരണം പൊളിച്ചെടുക്കലാണ് ഒരു പണി. നല്ല ബലം ഉണ്ടായിരുന്നു, നല്ല വലിയ മറ്റേ സൈസും വെച്ചിട്ട് അവനാണ് മേടിച്ചിട്ട് പോരുന്നില്ല. ഈ പണി എന്ന് പറഞ്ഞാൽ ഇവന് നന്നായിട്ട് മതിൽ കടാൻ അറിയുന്നോണ്ട് ഇപ്പോഴാണ് പരിപാടി. താഴെ എങ്ങനാണെങ്കിൽ ഒപ്പം വരും. വേഗം പറിക്കും വേഗം പറിക്കും വേഗം പറിക്കും വേഗം പറിക്കും. പറിച്ചിട്ട് ഓടിക്കൂടാ. ഇല്ല ഇല്ല, ഓടിക്കാൻ ടൈമില്ല. ഓട് ഓട്, പിടിച്ച് 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 പിടിച്ച്. അതാ ദൈവമേ, ഇങ്ങോട്ട് രക്ഷയില്ല. വൻ സാധനങ്ങളാട്ടോ അത്. ഇതൊന്ന് കഴിച്ചിലാവണം. ആരെ ഉമ്മ വിട്ട ശരിയാവില്ല. എത്ര പീസ് പറിച്ച്? ഒന്നും പറിച്ചിട്ടല്ലേ. നമ്മളെ വന്ന കണ്ടീഷനിൽ തന്നെയാണ് നമ്മൾ നിർത്തുന്നത്. അതുകൊണ്ട് 3 പീസോ 4 പീസോ മരക്കഷ്ണം പറിച്ചാലേ നമുക്ക് ആ ഗ്യാപ്പ് കൂടെ അപ്പുറം പോകാൻ പറ്റുള്ളൂ. അവന്മാരിവിടെ ഫുൾ എത്തട്ടെ, എന്നിട്ട് മതി അപ്പുറത്തേക്കുള്ള ചാട്ടം. ഓഹ്, വരുന്ന വരവില് ചാടി പിടിക്കും കേട്ടോ. ഓക്കെ, വേഗം പോയി ഒരു പീസ് പറിക്കുക, വന്ന് ചാടി കയറിക്കോളാം. ഒറ്റ ടൈം ഒരു പീസേ പറിക്കാൻ പറ്റുള്ളൂ. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. കറക്റ്റ്, ഇപ്പൊ അതിനുള്ള ടൈം കിട്ടുന്നുണ്ട്. ഇപ്പുറം നിൽക്കുക, ഇപ്പുറം എത്തിക്കുക, വീണ്ടും പോയി അടുത്ത പീസ് പറിക്കുക. അതേ നടക്കുള്ളൂ. അവരുടെ നല്ല പൈസ എടുത്ത് വാങ്ങിയാലും നല്ലോണം കൂറുള്ള പട്ടികൾ തന്നെ. ആരും ഓട്ടവും പിടുത്തമാണ് പിടിക്കുന്നത്. ഓടിക്കോ ഓടിക്കോ. ഞാൻ ഒന്ന് ജസ്റ്റ് അതിൽ കൂടെ പോകാൻ പറ്റും നോക്കിയോ, പക്ഷെ നടക്കില്ല. തീർത്ത് വാ വാ വാ, ഇനി ഇപ്പുറത്തേക്ക് വാ. ഞാൻ അടുത്ത പീസും കൂടെ പറിക്കട്ടെ. 1 മിനിറ്റ്, 1 സെക്കൻഡ് തെറ്റി അവന്മാർ അപ്പ ചാടി വന്നിട്ട് തീർക്കും. എല്ലാവരും ഇവിടെ എത്തി. ഓക്കെ, അടുത്ത പീസ് കൂടെ പറിക്കാം. അതിന്റെ ഇടയിൽ കൂടെ പോകാൻ പറ്റും. പോകാൻ പറ്റും. ഓക്കെ, എന്തായാലും ചാടി ഉടനെ അവിടെ. അവന്മാര് വിട്ടിട്ടില്ല കേട്ടോ. ആ അലമാരി ഇട്ടുകൊണ്ട് അവന്മാര് വന്നില്ല. അല്ലെങ്കിൽ അവിടെ ഒരു കോണിപ്പടി ഉണ്ടല്ലോ, ഇറങ്ങാൻ പറ്റില്ല. അയ്യോ, ഇറങ്ങാൻ പറ്റില്ല. ചാടി ചാടി ചത്ത്. അതില് പയ്യെ ഇറങ്ങണ്ടേ, ഞാൻ ചാടാൻ പാടുള്ളൂ. അതും ആ കുഞ്ഞിന്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി താടിയെല്ലാം പൊട്ടി പൊട്ടി പൊട്ടിയായിരിക്കും ചത്തിട്ടുണ്ടാവും. ഇറങ്ങാൻ നേരത്ത് ഉഷാറായിട്ട് ഇറങ്ങുന്നുണ്ട്, നല്ല സ്പീഡുണ്ട്. ഇനി മുമ്പോട്ട് എന്തൊക്കെയോ വഴികളാണ്, ഞാൻ പോയി നോക്കാൻ. നീ അവിടെ ഒരാള് നിക്കുന്നുണ്ട്. ഇതെന്താ ഓഫീസ് റൂം? ഈ ഒരു സാധനം എന്ത് തോന്നുന്നു, എന്റെ പേട തോന്നുന്നു. പേര് വരുന്ന ഒളിച്ചിരിക്കുക കണ്ടു കഴിഞ്ഞാൽ അവന്മാര് തിന്നും. ഇത് 2 ആൾക്കാരുണ്ട്.
അവന്മാർ രണ്ടുപേരും കൂടെ റൂമിൽ കയറിയിട്ടുണ്ട്. ഇവിടുന്ന് പുറത്തേക്ക് ലൈറ്റ് ഉണ്ടല്ലോ, ഞാൻ മുന്നിൽ കൂടെ പോയാൽ എന്നെ പൊക്കുവോ? പയ്യെ പോയൊക്കെ പോകുന്നത്. അവന്മാരവിടെ എന്തോ പരിപാടിയില്ല. നൈസായിട്ട് ഇതിൽ ഇറങ്ങിയിട്ട് അവന്റെ സംഭവത്തേക്ക് കയറി നോക്കാം. എന്ത് വണ്ടിയത്? ഓക്കെ, അതിനകത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ലൈറ്റൊക്കെ ഉണ്ട്, വെള്ളത്തിൽ കൂടെ പോകാനുള്ള അന്യഗ്രഹ ജീവിയുടെ വണ്ടിയാണ്. അങ്ങനെ പോട്ട് പോകാൻ പറ്റുന്നില്ല. വഴിയില്ല, വേഗം വണ്ടി കയറി. ആ വണ്ടി അല്ലാണ്ട് ഇനി രക്ഷയില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് പോകേണ്ടത്. കാരണം താഴേക്കൊക്കെ പോവാം, എത്ര നേരം വേണമെങ്കിലും എയർ പിടിക്കാൻ പറ്റുന്നുണ്ട് വണ്ടിക്കകത്ത്. ഓക്കെ, ലൈറ്റൊക്കെ ഇട്ട് പോകുന്നുണ്ട്. നേരെ താഴേക്ക്, ഇത്രയും താഴേക്ക് അവൻ ഒറ്റയ്ക്കാണ് വരുന്നതെങ്കിൽ, നീന്തിയാണ് വരുന്നതെങ്കിൽ തീർന്നു. അപ്പത്തെ തിരിച്ച് മേലെ പോകാനുള്ള സമയം കിട്ടില്ല, നേരെ മേൽപോട്ട് എടുക്കണം. അങ്ങനെ നേരെ താഴേക്കാണല്ലോ. ഇതെന്താ ഇത്രയും വെള്ളമോ? ഇവിടെ ഒരു ഡോറ് പോലെ എന്തോ കാണുന്നുണ്ട്. അതിനകത്തേക്ക് പോട്ടെ 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 പോട്ടെ. പോക്ക് ശരിയായില്ല, ഇടിച്ച് തെറിപ്പിച്ച് പോകണം. സ്പീഡ് കുറവാട്ടോ, ഇടിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതൊരു സിമ്പിൾ ഡോറായിരുന്നു, അത് തുറന്ന് അതവിടെ കഴിഞ്ഞു. മൈ ഗോഡ്, ഇതിനകത്ത് പെട്ടോ? ഇതിനകത്ത് പെട്ട് കേസ്. ആ ഡോർ അടയുകയും ചെയ്തു. അവിടെ മുമ്പോട്ടും പോകാൻ പറ്റുന്നില്ല, മേലോട്ടും പോകാൻ പറ്റുന്നില്ല, താഴോട്ടും പോകാൻ പറ്റുന്നില്ല. ഇവനെ ഇറങ്ങി പുറത്ത് നിന്നാ അപ്പൊ തീരുകയും ചെയ്യും. വന്ന അത്രയും ദൂരം ഇവനെ ഈ പോവാന്ന് വിചാരിച്ചു കഴിഞ്ഞാല് അത് നടക്കില്ല. നല്ല ആഴത്തിലാ വന്നിട്ടുള്ളത്. ചെയ്യും ഇപ്പൊ ഇവിടെ കുടുങ്ങുമോ? ഇന്ന് മിക്കവാറും ഇവിടെ ആയിരിക്കും. ഒന്ന് കുറച്ചങ്ങ് മുന്നോട്ട് പോവാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവന്മാര് സമ്മതിക്കില്ല. ബുദ്ധി മൊത്തം ഇടിപ്പിച്ചിട്ടേ വിടുള്ളൂ. എന്തായാലും ഉണ്ടാക്കിയവന്മാര് സമ്മതിക്കണം. സിമ്പിൾ ഗ്രാഫിക്സില് എന്നാൽ ഇത്രയും ട്രിക്കൊക്കെ ഇട്ടിട്ട് കളിക്കാൻ നല്ല ഇൻട്രസ്റ്റ് കിട്ടും. കളിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതങ്ങനെ ഓരോ ദിവസം കളിച്ചോണ്ടേയിരിക്കും. ഇവിടെ ലൈറ്റൊക്കെ അടിച്ച് നോക്കുന്നുണ്ട്, എതിലെങ്കിലും പോവാൻ വഴിയുണ്ടോന്ന്. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ആ വാതിൽ തുറക്കാൻ പറ്റുന്നത് വൺ സൈഡാണ്, പിടിച്ചു വലിക്കലും നടക്കൂല. പെട്ട് ഇപ്പൊ ഇതിന്റെ അകത്തുനിന്ന് എന്തോ ഒരു വഴിയുണ്ട്. ഇന്ന് കടക്കാൻ പറ്റുമോ നോക്കാം. മാക്സിമം ഇന്ന് കടക്കാൻ നോക്കും. ഇന്ന് കടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇവിടെയായിരിക്കും നമ്മുടെ എപ്പിസോഡിന്റെ അന്ത്യം. ഞങ്ങൾ പറയണം എങ്ങനെ ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാന്നുള്ളത്. നിങ്ങൾ ആരെങ്കിലും കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗെയിംസ് അപ്ഡേഷൻ എല്ലാം എന്നെ അറിയിക്കാം. നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് കളിക്കാം, ഷെയർ ചെയ്ത് കളിക്കാം. പക്ഷെ ഇതെങ്ങനെ ഇറങ്ങും ഇതാണ്. ഇപ്പൊ നമ്മള് സ്റ്റക്ക് ആയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കളിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിച്ച് സംസാരിച്ച് ഇവിടുന്ന് എസ്കേപ്പ് ആവാലോ. ബുദ്ധി അത്രയും കുറച്ച് ഉപയോഗിച്ചാൽ മതിയല്ല. ഇവിടെ താഴെ എന്തൊക്കെയോ ഇങ്ങനെ കമ്പ് വെച്ചിട്ടുണ്ട്. ഇവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവൻ ഒറ്റയ്ക്ക് അതിൽ പോവാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷെ ഇത്രയും താഴെ ആയതുകൊണ്ട് അവൻ തീരും. വണ്ടിക്ക് ഒരു പവർ ഉണ്ട്. നമ്മളിങ്ങനെ കൺട്രോൾ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് മുമ്പോട്ടുള്ള ആരോ ഇതാക്കിയിട്ട് പെട്ടെന്ന് വിട്ട് കഴിഞ്ഞാൽ നല്ല പവറിൽ പോയി ഇടിക്കുന്നുണ്ട്. കണ്ടല്ലേ, താഴേക്ക് ഇടിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മരക്കഷ്ണം ഇടിച്ച് പൊട്ടിക്കാൻ പറ്റുമോ നോക്കാം. പൊട്ടിച്ച രക്ഷപ്പെട്ടു നമ്മൾ ഇവിടുന്ന്. അവിടെ മാത്രമേ ചെറിയൊരു ഗ്യാപ്പ് കാണും. യെസ്, പൊട്ടിച്ചു. യെസ്, നമ്മളിപ്പം വണ്ടീന്റെ ഒരു പവറും കൂടെ മനസ്സിലായി. നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ എപ്പിസോഡ് നിർത്തുകയാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്ത ഗെയിം എന്താണെന്ന് നോക്കാം. ബൈ ഗൈസ്.